യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയ ദൈവജനമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാൽവറിയിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്രയുടെ ഏതാണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന ഒരു സമയത്ത് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. അരുമരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നാം എത്തിച്ചേരുവാനും ആ പ്രയാണത്തിൽ നമ്മെ ഭരിപ്പാനും ഉള്ള അനേക കഴിവുകളെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും നാം ത്യജിക്കേണ്ട വസ്തുതകളെക്കുറിച്ചൊക്കെയും നമുക്ക് ഗ്രഹിപ്പാൻ, ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ സാധിച്ചു. ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരും കാൽവറിയിൽ എത്തിച്ചേരുവാൻ, കാൽവറിയിലേക്കുള്ള ആ തീർത്ഥയാത്ര ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ക്രൂശിൻ്റെ നിഴലിൽ ഒരുമിച്ച് ക്രൂശിൻ്റെ പാദപീഠത്തിൽ നാം നിൽക്കുമ്പോൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി വെടിഞ്ഞ ആ കാൽവരി ക്രൂശിനെക്കുറിച്ചും ആ ക്രൂശിൽ നിന്ന് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഗ്രഹിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 1 അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നശിച്ചു പോകുന്നവർക്ക്, നശിച്ചുകൊണ്ടേയിരിക്കുന്നവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സന്ദേശം അല്ലെങ്കിൽ ക്രൂശിൻ്റെ വചനം ഫോഷ്കാണ്. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന നമുക്കോരോരുത്തർക്കും അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്രകാരമുള്ള ആ ശക്തിയാണ് അപ്പോസ്തലന്മാരെയും രക്ഷിക്കപ്പെടുവാനും കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കാലാവസാനം വരെയും ജീവിക്കുവാൻ, നിത്യജീവനിൽ അവർക്കുള്ള ഉറപ്പ് സാക്ഷീകരിക്കുവാനും ഇടയായത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യെശയ്യാ പ്രവാചകൻ 53 അധ്യായത്തിൽ പറയുന്നത് പോലെ, സാക്ഷാൽ അവൻ നമ്മുടെ വേദനകളെ വഹിച്ചു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. നമ്മുടെ പ്രയാസം, നമ്മുടെ പാപം അവൻ്റെ മേൽ വഹിച്ചു എന്ന് പറയുന്നുണ്ട്. കർത്താവിൽ പ്രിയ ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടും വേദന നിറഞ്ഞ ആ മരണവും എല്ലാ സുവിശേഷത്തിൻ്റെയും അവസാനത്തെ പുസ്തകങ്ങളിൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ക്രൂശിൻ്റെ നിഴലിൽ ഒരുമിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ക്രൂശിൽ വെച്ച് പറഞ്ഞ ആ 7 മൊഴികളെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം അല്പം സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 34 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് പറഞ്ഞ ആദ്യത്തെ വാക്യമാണ്. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയുന്നില്ല, ആകയാൽ ഇവരോട് ക്ഷമിക്കണമേ. തന്നെ പ്രയാസപ്പെടുത്തി, തന്നെ പീഡിപ്പിച്ച ആ പീഡിതർക്ക് വേണ്ടി കർത്താവിൻ്റെ പ്രാർത്ഥനയാണത്. എ വേർഡ് ഓഫ് ഫോർഗീവ്നെസ്, ക്ഷമയുടെ ഒരു വാക്ക് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 5 അധ്യായത്തിൻ്റെ 44 വാക്യത്തിൽ പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നാണ്. ഇന്ന് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി,
നമ്മെ കുറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടി, നമ്മെ കഷ്ടപ്പെടുത്തുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം ജീവിതത്തിൽ കുരിശോളം മരണമോളം യാഥാർത്ഥ്യമാക്കിയത്, പ്രാവർത്തികമാക്കിയത് അതാണ്. തന്നെ നിന്ദിച്ചവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. എന്നെ ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാം ഓരോരുത്തരും നമ്മെ പകയ്ക്കുന്നവർക്ക് വേണ്ടി, നമുക്ക് ദോഷം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ ഈ വാക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ വെച്ച് പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 26 27 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അരുമരക്ഷകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പ്രിയ മാതാവിനെ ധാരാളം സ്നേഹിച്ചു. തൻ്റെ പ്രിയ മാതാവ് പ്രിയ മകനെ സ്നേഹിച്ചു. ഒപ്പം തന്നെ കർത്താവ് തൻ്റെ സഹോദരങ്ങളെയും സ്നേഹിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ പറയുന്നത് 26 27 പറയുന്നത്, യേശു തൻ്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്നും അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞ് ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇത് ഉത്തരവാദിത്വത്തിൻ്റെ ഒരു വാക്കാണ്, എ വേർഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി. കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുൻപ് തന്നെ സ്നേഹിച്ച, തന്നെ പരിപാലിച്ച് വളർത്തിയ തൻ്റെ പ്രിയ മാതാവിനെ തൻ്റെ സഹോദരനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. തൻ്റെ പ്രിയ സഹോദരനെ, തൻ്റെ മാതാവിനെ. ഉത്തരവാദിത്വം നിറഞ്ഞ കടമയുടെ ഒരു വാക്ക്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ 10 കൽപ്പനയിൽ കൂടി നീ ആയിരിക്കുന്ന നിൻ്റെ ഭൂമിയിൽ, നീ വസിക്കുന്നിടത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയും മാനിക്കുക എന്നാണ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, യൗവനക്കാരാ, ചെറുപ്പക്കാരാ, കുട്ടികളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ മാനിക്കണം. നിങ്ങൾ അവരെ സ്നേഹിക്കണം, അവരെ പരിപാലിക്കണം, ശുശ്രൂഷിക്കണം. എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്തതും നമ്മെ പഠിപ്പിക്കുന്നതും അതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ വെച്ച് പറഞ്ഞ വാക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 43 വാക്യത്തിലാണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലാക്കിയപ്പോൾ അവനോടൊപ്പം 2 കള്ളന്മാരെയും ക്രൂശിലാക്കി. അതെന്താണെന്ന് ചോദിച്ചാൽ യെശയ്യാ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, അവനെ കുറ്റക്കാരോടൊപ്പം അവനെ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ്. അങ്ങനെ അവൻ ദുഷ്ടരോടൊപ്പം മരണം പങ്കിട്ടതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവിനോടൊപ്പം 2 കള്ളന്മാരെ ക്രൂശിച്ചിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ക്രൂശിനൊപ്പം ഇടതും വലതുമായിട്ട് 2 കള്ളന്മാർ. അവിടെ 3 ക്രൂശ് നമുക്ക് കാണുവാൻ സാധിക്കും. നടുക്കത്തെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തറച്ചു. ആ കുരിശ് ഇറ്റ്സ് എ ക്രോസ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിൻ്റെ ഒരു കുരിശ്. ഇടത് സൈഡിലെ ക്രൂശിൽ ഒരു കള്ളനെ തറച്ചു. ആ കിടന്ന കള്ളൻ, ദൈവവചനം നമ്മോട് പറയുന്നത്, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ? അങ്ങനെയെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറയുകയുണ്ടായി. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യം, അതായത് 40 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ നീ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കാട്ടുന്നതോ? ഇവനോ അരുതാത്തത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ കള്ളന് അവനെ തന്നെ രക്ഷിക്കണം, താൽക്കാലികമായിട്ടുള്ള മരണത്തിൽ നിന്ന് അവനെ രക്ഷിക്കണം. അവൻ കിടന്നത് ത്യജിക്കലിൻ്റെ ഒരു കുരിശിലാണ്, എ ക്രോസ് ഓഫ് റിജക്ഷൻ. കഴിയുമെങ്കിൽ അവനും രക്ഷ പ്രാപിക്കണം. അങ്ങനെ അവനെ രക്ഷപ്പെടുത്താൻ, യേശുവിനോട് രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കണം.
എന്നാൽ മറ്റേ കള്ളൻ അവനെ ശാസിക്കുകയാണ്. അവൻ പറയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? കർത്താവിൽ പ്രിയ ദൈവജനമേ, നമ്മിൽ ആരിലും ഇല്ലാത്ത ഒന്നാണ് ദൈവത്തെ ഭയപ്പെടുന്നത്. അവൻ തൻ്റെ സ്നേഹിതനോട് ചോദിക്കുകയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം ചെയ്തതിന് അർഹിച്ച ശിക്ഷയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാലോ ഇവനോ യാതൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ അവൻ കർത്താവായ യേശുക്രിസ്തുവിനെ നീതീകരിച്ചിട്ട് അവൻ കർത്താവിനോട് ചോദിക്കുകയാണ് 42-ാമത്തെ വാക്യത്തിൽ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അടിയനെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകർ അവനെ നല്ല ഗുരു, കർത്താവെ എന്നെല്ലാം സംബോധന ചെയ്തു. എന്നാൽ ക്രൂശിലായിരുന്നപ്പോൾ ആരും തന്നെ അങ്ങനെ സംബോധന ചെയ്തില്ല. ഈ കള്ളൻ മാത്രം അങ്ങനെ സംബോധന ചെയ്തു. അവൻ ചോദിച്ചു, കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഉത്തരം മൃദുലമായിരുന്നു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. കർത്താവ് കാൽവറി ക്രൂസിൽ വെച്ച് പറഞ്ഞ 3-ാമത്തെ വാക്യം അതാണ്, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. എ വേർഡ് ഓഫ് അഷുറൻസ്, വാഗ്ദത്തത്തിൻ്റെ ഒരു വാക്യം. ആ കള്ളൻ കിടന്നത് ഓൺ എ ക്രോസ് ഓഫ് റിസപ്ഷൻ, സ്വീകരണത്തിൻ്റെ ഒരു കുരിശിലാണ്. ഇന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കാൽവറിയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയുടെ അവസാന നാളുകളിൽ 3 കുരിശ്, നടുക്കത്തെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുപ്പിൻ്റെ കുരിശിൽ, ഒരു സൈഡിൽ നിരസിക്കലിൻ്റെ കുരിശ്, മറു സൈഡിൽ സ്വീകരണത്തിൻ്റെ കുരിശ്. ഏത് കുരിശ് വേണം നാം സ്വീകരിക്കേണ്ടത് എന്ന് നാം നമ്മോട് ഓരോരുത്തരോടും ചോദിക്കേണ്ടതാണ്. 4-ാമത് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ വെച്ച് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറയുന്നത്, ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബദാനി എന്ന് ഉറക്കെ നിലവിളിച്ചു. അതിൻ്റെ അർത്ഥം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. എ വേർഡ് ഓഫ് ലോൺലിനെസ്, ഏകാന്തതയുടെ ഒരു വാക്ക്. പാപം നിറഞ്ഞപ്പോൾ, നമുക്ക് വേണ്ടിയുള്ള പാപം അവൻ്റെ ശിരസിൽ വഹിച്ചപ്പോൾ തൻ്റെ പിതാവായ ദൈവത്തിൽ നിന്നും ഒരു ഏകാന്തത അവൻ അനുഭവപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യെസ്, പാപം, നമ്മുടെ പാപം അവൻ്റെ മേൽ വഹിക്കുമ്പോൾ എന്നെ ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അത് പിതാവിൽ നിന്ന് ഒരു വേർതിരിവ് അനുഭവപ്പെട്ടതുപോലെ തോന്നി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് കർത്താവിന് ചോദിക്കേണ്ടതായിട്ട്. നാം പാപത്തിൽ തുടരുമ്പോൾ, എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, നാം കർത്താവിനെ പ്രയാസപ്പെടുത്തുന്നതാണ് എന്ന് നാം ഓർക്കണം. 5-ാമത്തെ മൊഴി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിൽ വെച്ചുള്ള മൊഴി, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് കാൽവറി ക്രൂസിൽ വെച്ച് വിശന്ന് വലഞ്ഞ് ദാഹിച്ച് കേണപ്പോൾ കർത്താവ് പറഞ്ഞ വാക്യമാണ്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഐ തേഴ്സ്റ്റ്, എ വേർഡ് ഓഫ് തേഴ്സ്റ്റ്, ദാഹത്തിൻ്റെ ഒരു വാക്ക്. സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു ദാഹിച്ചാണ് അത് പറഞ്ഞത് എങ്കിലും എന്നെ ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാം പാപത്തിലായിരിക്കുമ്പോൾ, നാം പാപത്തിൽ വീണ് പാപം ചെയ്ത് കിടക്കുമ്പോൾ, പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവൻ എന്നെ നിങ്ങളെ ഓർത്ത് അവൻ ദാഹിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ആ ദഹനം ശമിപ്പിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുവാൻ നാം നമ്മെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ഇന്ന് ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. 6-ാമത് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ വെച്ച് പറഞ്ഞത് അതേ അധ്യായത്തിൽ യോഹന്നാൻ 19-ന്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ്
തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ പുളിച്ച വീഞ്ഞാണ് കർത്താവായ യേശുക്രിസ്തുവിന് നൽകിയത് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 69:21 വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചാണ് 22 സങ്കീർത്തനം പറയുന്നത്. കർത്താവ് ആ വീഞ്ഞ് കുടിച്ചതിന് ശേഷം, പുളിച്ച വീഞ്ഞ് കുടിച്ചതിന് ശേഷം സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ ജീവനെ വെടിഞ്ഞതായിട്ട് കാണുവാൻ സാധിക്കും. എ വേർഡ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, പൂർണ്ണതയുടെ ഒരു വാക്കാണ് ഇവിടെ കർത്താവ് ഉച്ചരിച്ചത്. ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്ന ആ വാഗ്ദത്തം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പാപം ചെയ്തപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വരുമെന്നും സാത്താനെ എന്നേക്കുമായി തകർക്കും എന്നും പറഞ്ഞ ആ വാഗ്ദത്തം അവിടെ നിറവേറുകയാണ്. പഴയ നിയമകാലത്ത് പ്രവാചകന്മാരിൽ കൂടെയും പുരോഹിതന്മാരെക്കുറിച്ചും മശിഹായുടെ ആദ്യത്തെ വരവിനെക്കുറിച്ചും മശിഹ നമ്മുടെ പാപം വഹിക്കും എന്നുള്ള ആ പ്രവചനം അവിടെ നിവൃത്തിയാകുകയാണ്. യെസ്, അവർ ഗോഡ് ഈസ് എ ഗോഡ് ഹു കീപ്സ് വേർഡ്സ്. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം വാക്ക് മാറാത്തവനാണ്, വാക്ക് പാലിക്കുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂസിലുള്ള മരണത്തിൽ പ്രവചനം നിവൃത്തിയായതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവസാനമായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ പറഞ്ഞ അവസാനത്തെ വാക്കും ലൂക്കോസിൻ്റെ സുവിശേഷം 23 46 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു മരണവെപ്രാളത്തിൽ വേദനയോടുകൂടി ഏതാണ്ട് 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി 9 മണി വരെയൊക്കെയും ദേശത്തിലെങ്ങും അന്ധകാരം ഇരുട്ടുണ്ടായി. ദൈവവചനം പറയുന്നത് ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവെ ചീന്തിപ്പോയി. എന്നാൽ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി യാഗമായി. മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി യാഗമായപ്പോൾ ദേവാലയത്തിലെ ദേവമന്ദിരത്തിലെ തിരശ്ശീല നടുവെ ചീന്തിപ്പോയി. 46 വാക്യത്തിൽ പറയുന്ന കർത്താവായ യേശു ക്രിസ്തു അത്യുച്ചത്തിൽ നിലവിളിച്ചു, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. എ വേർഡ് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണത്തിൻ്റെ ഒരു വാക്യമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവിനെ നിങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഫലമേൽപ്പിക്കുന്നു. കർത്താവിനോടൊപ്പം കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഇതുപോലെ പറഞ്ഞ് ഒരു വീരമൃത്യു കൈവരിക്കുവാൻ സാധിക്കും. പൗലോസ് പറയുകയുണ്ടായി, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, കർത്താവിൻ്റെ വരവിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും തന്നെ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കർത്താവിൻ്റെ ഈ 7 മൊഴികൾ കാൽവറിയിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ ഈ 7 മൊഴികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു രക്തം ചീന്തി കിടക്കുന്ന കാൽവറിയുടെ നിഴലിൽ, ആ കാൽവറി ചുവട്ടിൽ വെച്ച് എന്നോടും നിങ്ങളോടും നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്നതായിട്ടാണ് എനിക്കിതിനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6 14 വാക്യത്തിൽ പറയുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന്. നമ്മൾ എത്ര പേർക്ക് അങ്ങനെ പറയാൻ സാധിക്കും? കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് മറ്റ് യാതൊന്നിലും മറ്റൊരു ശക്തിയിലും പ്രശംസിപ്പാൻ ഇടവരരുതേ എന്ന്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കാൽവറിയിലേക്കുള്ള നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ ക്രൂശിനെ നോക്കി നടപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഗാനം ഞാൻ ആലപിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശെ നോക്കിയുള്ള
കാൽവറിയിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ ഈ ഗാനം നമ്മെ അതിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവേ നിൻ ക്രൂശിങ്കൽ എന്നും ഞാൻ വസിക്കും, സൗഖ്യം നൽകും ഊറ്റുതാൻ അങ്ങ് നിന്നൊലിക്കും. ക്രൂശിങ്കൽ ക്രൂശിങ്കൽ എൻ മഹത്വമെങ്ങും, സ്വർഗനാട്ടിൽ സ്വസ്ഥം ഞാൻ കണ്ടെത്തും വരേക്കും. കർത്താവിൽ പ്രിയ ദൈവജനമേ, അതിൻ്റെ ഒരു ചരണം കൂടി ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. അത് ക്രൂശിലേക്കുള്ള നമ്മുടെ യാത്രയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലിൻ കീഴിൽ നമായി തീരുവാൻ ആ ക്രൂശ് മാത്രം ദർശിച്ചുകൊണ്ടുള്ളതാണ്. അത് ഇപ്രകാരമാണ്: ക്രൂശിൻ കാഴ്ചകൾ സദാ കാട്ടുകേ എൻ മുൻപിൽ, യാത്ര ചെയ്യും നാൾക്കുനാൾ തന്നിഴലിൻ കീഴിൽ. ക്രൂശിങ്കൽ ക്രൂശിങ്കൽ എൻ മഹത്വമെന്നും, സ്വർഗനാട്ടിൽ സ്വസ്ഥം ഞാൻ കണ്ടെത്തും വരെയും. എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, കാൽവറിയിലേക്ക് ഒരു തീർത്ഥയാത്രയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ചുമന്നു മരക്കുരിശിന്മേൽ ആണിമേൽ രക്തം ചീന്തി എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ആ ദൃശ്യവും ഓർക്കുമ്പോൾ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാം ഇപ്പോഴും അന്ധകാരത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, ദൈവത്തെ മറന്നാണ് ജീവിക്കുന്നതെങ്കിൽ, അവനോടൊപ്പം ആയിത്തീരുവാൻ, അവൻ വീണ്ടും വരുമ്പോൾ അവൻ്റെ സന്നിധിയിലായിത്തീരുവാൻ ഈ കാൽവറിയിലേക്ക് ഉള്ള തീർത്ഥയാത്ര എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവ് അന്ത്യം വരെയും നമുക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടിയാണ് മരിച്ചിരിക്കുന്നത്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഇനിയും ആരെങ്കിലും മാനസാന്തരപ്പെടുവാനുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് അവനോടൊപ്പം ആയിത്തീരുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, അവിടുന്ന് ഈ ഭൂമിയിൽ കടന്നു വന്നു കാൽവറി ക്രൂശിൽ അടിയങ്ങൾക്ക് വേണ്ടി മരിച്ച് അങ്ങയുടെ രക്തം അടിയങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞത് ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു കർത്താവേ. എങ്കിലും പലപ്പോഴും അടിയങ്ങൾ പാപം ചെയ്ത് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ദൈവമേ ഞങ്ങൾ തെന്നി മാറിയിരിക്കുന്നു. എന്നിരുന്നാലും നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാവുന്ന വാഗ്ദത്തം അരുളിയ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ അങ്ങേ അതിൻ്റെ അരികിൽ അടിയങ്ങൾ കടന്നു വരുവാൻ അടിയങ്ങളെ പ്രാപ്തരാക്കണമെന്ന് യേശു ക്രിസ്തു മുഖേന അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം വരുമാറാണമേ. ആമേൻ.